ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ തുടർച്ചയാണ് കേട്ടോ പഠിക്കുന്നത്. ഈ ഫ്ലവേഴ്സുകളെല്ലാം ആർട്ടിഫിഷ്യലായി ചെയ്തെടുക്കുന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇതുപോലെ ഫ്ലവേഴ്സുകളും ലീഫും എല്ലാം ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഓവൽ ഷേപ്പിൽ വരുന്ന 5 പെറ്റൽസുകളാണ് വരച്ചെടുക്കുന്നത് കേട്ടോ. ആ 5 പെറ്റൽസിൻ്റെയും ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കെയിൻ ചെയ്ത് കൊടുക്കുകയും നടുക്ക് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയും പിന്നെ അവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് 19ാമത്തെ ഫ്ലവർ ചെയ്തെടുക്കുന്നത്. ഇനി അടുത്ത ഫ്ലവർ ഒരു സൂൾ വെച്ചിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. ഈ സൂൾ വെച്ച് തുടങ്ങുന്നതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കോഫി ബീൻ ലീഫ് പഠിച്ചായിരുന്നു അല്ലേ? ആ കോഫി ബീൻ ലീഫിൻ്റെ പോലെയാണ് ഇവിടെ പെറ്റൽസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ഔട്ട്ലൈനും വരച്ചിട്ടും വരയ്ക്കാതെയും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇതും 5 എണ്ണമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ 5 എണ്ണം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ള മെത്തേഡ് പറഞ്ഞു തന്നില്ലേ? അതുപോലെ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് തെറ്റാതെ തന്നെ കിട്ടും. പിന്നെ അവസാനം അതിൻ്റെ മുനമ്പൊന്ന് കൂർപ്പിച്ച് കൊടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ. ഇനി അടുത്തതായി ചെയ്തെടുക്കാൻ പോകുന്ന ഫ്ലവറും സൂൾ വെച്ചിട്ട് തന്നെയാണ്. അതിൻ്റെ മുകളിലായി ഹംസ് വരച്ചു കൊടുക്കുക കേട്ടോ. ഒരേ നീളത്തിലും വീതിയിലും വേണം ഹംസ് ചെയ്തെടുക്കാൻ. പെറ്റൽസ് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. അതിൻ്റെ അറ്റം ഒന്ന് ഷാർപ്പാക്കി കൊടുക്കാതിരുന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനത്തെ ഒരു പെറ്റൽ വേണമെങ്കിലും ഇതുപോലെ വരച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിൽ ആ സൈഡ് മൊത്തത്തിൽ കവർ ചെയ്തുകൊണ്ട് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം കേട്ടോ. ആ നടുവിലുള്ള ഭാഗം മാത്രം ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ നടുവിലായിട്ട് ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഹംസിൻ്റെ മുകളിലായിട്ടാണ് ഈ ഡോട്ട്സ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കെയിൻ ചെയ്തെടുക്കുക. ഇവിടെ ഔട്ട്ലൈൻ ഡാർക്കെയിൻ ചെയ്തെടുക്കുമ്പോൾ താഴെ നിന്നേ തന്നെ ഔട്ട്ലൈൻ ഡാർക്കെയിൻ ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. പിന്നെ നമ്മൾ ചെറിയൊരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ വൈൻസ് വരച്ചെടുക്കില്ലേ, അത് തന്നെയാണ് വൈൻസ് വരച്ചെടുക്കുക. 3 വൈൻസ് വീതം 5 വശങ്ങളിലാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അടുത്ത ഫ്ലവറും ഒരു സൂള് വരച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത് കേട്ടോ. ഇതിൻ്റെ പെറ്റൽ വരയ്ക്കുമ്പോൾ കുറച്ച് പരത്തി വരയ്ക്കുക. ഇതും 5 പെറ്റൽസ് തന്നെയാണ് വരച്ചെടുക്കുന്നത്. 5 പെറ്റൽസ് പല പെറ്റൽസുകൾ നമ്മൾ ചെയ്ത് പഠിക്കണം. കാരണം 5 പെറ്റൽസ് വരയ്ക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് പഠിക്കുക കേട്ടോ. പിന്നെ ദാണ്ട ഇതിൽ കാണുന്നത് പോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് ഷെയ്ഡ് ചെയ്തെടുക്കുക. പിന്നെ ഇവിടെ ഔട്ട്ലൈൻ ഡാർക്കെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു വളഞ്ഞ് വരുന്ന ആ ഭാഗങ്ങൾ മാത്രമാണ്, അതിൻ്റെ മുകൾ ഭാഗം മാത്രമാണ് ഒന്ന് ഔട്ട്ലൈൻ ഡാർക്കെയിൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഒരു പെറ്റലിൽ നിന്നും നടുവിലുള്ള പെറ്റലിനെ തട്ടാതെ മറ്റേ പെറ്റലിൻ്റെ കണക്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, റൗണ്ടുകൾ വരച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ റൗണ്ടുകൾ ഇങ്ങനെ വരച്ച് കൊണ്ടുപോവുക. ഇനി ഇതുപോലെ കണ്ടോ, ആദ്യം നമ്മൾ അവിടെ വരച്ച് കൊണ്ടുവരുമ്പോൾ ഒരു കണക്റ്റായ ഭാഗത്ത് 1, പിന്നെ 3, പിന്നെ അതിൻ്റെ കുറച്ചും കൂടെ മാറിയിട്ട് 3,
പിന്നെ 1, പിന്നെ 3, കുറച്ചും കൂടെ മാറിയിട്ട് 3, അങ്ങനെ ചെയ്തു പോവുക കേട്ടോ. അപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറായിട്ട് തന്നെ കിട്ടും. ഇനി അടുത്തതായിട്ടും ഒരു സുവള വെച്ച് തന്നെയാണ് തുടങ്ങുന്നത്. സുവള അതിൻ്റെ നടുക്ക് വരുമ്പോൾ കാണാൻ ഭംഗിയാണ്. കൂടുതലായും സുവള ഉപയോഗിക്കുന്നത് ഫ്ലവറിന് തന്നെയാണ് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഫ്രിൽസുകൾ വരച്ചു കൊടുക്കുക. ഒരേ വീതിയിൽ നീളത്തിലൊക്കെ ഇതുപോലെ ഫ്രിൽസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇപ്പോൾ വരച്ചതിനെയും കാട്ടി കുറച്ചും കൂടെ വലിയ ഫ്രിൽസുകൾ ഇതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. ഇത് കുറേ പെറ്റൽസ് വരുന്ന ഒരു ഫ്ലവറായിട്ട് ചെയ്തെടുക്കുന്നതാണ്. എന്നിട്ട് അതിൻ്റെ നടുവിൽ നമ്മൾ ഇതുപോലെ ഷെയ്ഡ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം ചെറിയ ഫ്രിൽസാക്കിയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ സൈഡുകളിലൊന്നും തട്ടാതെ മുട്ടാതെ എന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറമേ ഉള്ള ഭാഗം മാത്രം ഒന്ന് ഡാർക്കെയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഡാർക്കെയിൻ ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിൽ വരെ കണ്ടോ, ഇതുപോലെ ഫ്രിൽസിൻ്റെ ആ ഒരു ആകൃതി തന്നെ മൊത്തമായിട്ടും ഡാർക്കെയിൻ ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ടും ഒരു സുവള വെച്ച് തന്നെയാണ് തുടങ്ങുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഹംസ് വരച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലും രണ്ടാമത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണല്ലേ ഈ ഒരു പെറ്റൽ ഇതുപോലെ തന്നെ ചെയ്ത് പഠിക്കണം കേട്ടോ. നല്ല സിമ്പിളാണ്. ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. പക്ഷേ പഠിച്ചു വന്നാൽ നല്ല സിമ്പിളാണ്. നമ്മൾ ആദ്യം ചെറിയ പെറ്റൽസ് വരച്ച് കൊടുത്തിട്ട് ഇതുപോലെ വലിയ പെറ്റൽസുകൾ അതിൻ്റെ മുകളിലായിട്ട് വരച്ച് കൊടുക്കുക. നല്ല വലിയ പെറ്റൽസുകൾ വേണം വരച്ച് കൊടുക്കാൻ കേട്ടോ. ഇനി അതിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഷെയ്ഡ് ചെയ്തെടുക്കുമ്പോൾ മുക്കാൽ ഭാഗത്തോളം, ഒരു പെറ്റലിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഷെയ്ഡ് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ മുകളിലുള്ള പെറ്റൽസ് ഷെയ്ഡ് ചെയ്യുമ്പോൾ താഴെയുള്ള പെറ്റൽസിൻ്റെ വിടവുകളൊക്കെ ഉണ്ടല്ലേ, അവിടെയെല്ലാം ഷെയ്ഡ് ചെയ്ത് പോകണം. കാണാൻ ഒരു ഒറിജിനാലിറ്റിയൊക്കെ തോന്നിക്കുന്ന തരമുള്ള ഒരു ഫ്ലവറാണിത്. ഷെയ്ഡ് ചെയ്യുമ്പോൾ അങ്ങനെ തോന്നും കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു താഴെയുള്ള പെറ്റൽസിലൊക്കെ ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇവിടെയും ഔട്ട്ലൈൻ ഡാർക്കെയിൻ ചെയ്യുമ്പോൾ മൊത്തമായിട്ടും ഒന്ന് ഡാർക്കെയിൻ ചെയ്തെടുക്കാതെ അതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം ഒന്ന് ഡാർക്കെയിൻ ചെയ്തെടുക്കുക കേട്ടോ. അതായത് മുഴുവനായിട്ടും ഡാർക്കെയിൻ ചെയ്തെടുക്കുന്നില്ല കണ്ടോ, അതിൻ്റെ മുകളിൽ മാത്രം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ്. ഇനി അടുത്തതായിട്ട് ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക. പിന്നെ ലവ് ഷേപ്പിലുള്ള പെറ്റൽസുകളാണ് വരച്ചെടുക്കുന്നത്. പെറ്റൽസ് വരയ്ക്കുമ്പോൾ അടുപ്പിച്ച് വരയ്ക്കാതെ ഇതുപോലെ വിട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഇതുപോലെ ലവ് ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് കണ്ടില്ലേ, അതിൻ്റെ ഇടകളിലായിട്ടൊക്കെ ചെറിയ ലൈൻസ് കൊണ്ട് മൊത്തത്തിൽ ഫില്ല് ചെയ്തെടുക്കുക. ലൈൻസ് വരയ്ക്കുമ്പോൾ തമ്മിൽ മുട്ടിക്കാതെ വേണം എല്ലാം ചെയ്തെടുക്കാൻ കേട്ടോ. എന്നിട്ട് ആ ലൈൻസുകളിൽ ഓരോന്നിൻ്റെയും ഇടകളിലായിട്ട് ഇതുപോലെ കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നടുവിലുള്ള റൗണ്ടിനും പിന്നെ ഉള്ള ഒരു ലവ് ഷേപ്പിലുള്ള ആ ഒരു അവിടെയും എന്ത് ചെയ്യുക, മെഹന്തി ഫില്ല് ചെയ്തെടുക്കുക. പിന്നെ ഇനി ചെയ്യേണ്ടത് ഔട്ട്ലൈൻ മൊത്തത്തിൽ ഒന്ന് ഡാർക്കെയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് താഴെ നിന്ന് തന്നെ മുകളിൽ വരെ ഒന്ന് ഡാർക്കെയിൻ ചെയ്തെടുക്കുക. പെറ്റൽ മൊത്തത്തിലായിട്ടൊന്ന് ഔട്ട്ലൈൻ ഡാർക്കെയിൻ ചെയ്തെടുക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് വലുതായിട്ട് ചെയ്താൽ കാണാൻ വളരെ ഭംഗിയുള്ള ഒരു ഫ്ലവറാണ്. ആദ്യം നമ്മൾ ഒരു സുവള വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ഒരു ബക്കറ്റ് പോലെ അല്ലെങ്കിൽ ഒരു കുടം പോലെയൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുക.
റോസാപ്പൂവിലൊക്കെ കാണുന്നത് പോലെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ 2 പകുതി വൃത്തങ്ങൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറി ബ്ലോസമിന് ചെയ്തില്ലേ, ആ ഒരു പെറ്റൽ കുറച്ച് വലുതായിട്ട് തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കുക. ഇതും 5 പെറ്റൽസ് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ പല രീതിയിലുള്ള പെറ്റൽസുകൾ ഇപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു. ആ പെറ്റൽസുകളെല്ലാം നമ്മൾ ചെയ്ത് നോക്കണം. 5 പെറ്റൽസ് വെച്ച് എല്ലാം ചെയ്ത് നോക്കാം കേട്ടോ. ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇവിടെയും ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 3/4 തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കുക. ആ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ 3/4 ഷെയ്ഡ് ചെയ്തെടുക്കുക കേട്ടോ. എങ്കിലേ കാണാൻ ഒരു ഭംഗി കാണുള്ളൂ, പിന്നെ ഒറിജിനാലിറ്റി പോലെ തോന്നിക്കുള്ളൂ കേട്ടോ. ഷെയ്ഡ് ചെയ്തെടുക്കുന്നത് തന്നെ അതിനാണ്, ഒരു ഒറിജിനാലിറ്റി അല്ലെങ്കിൽ കൂടുതൽ ഭംഗി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫ്ലവേഴ്സിനൊക്കെ ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ആ ഒരു കുടം പോലെ വരച്ചിരിക്കുന്ന അവിടെയും ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കൈൻ ചെയ്തെടുക്കുമ്പോൾ താഴെ നിന്ന് തന്നെ തിൻ ലൈനാക്കി കൊണ്ടുവന്നിട്ട് മുകളിലെത്തുമ്പോൾ പ്രഷർ കൂട്ടി കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ഡാർക്കൈൻ ചെയ്തെടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി നാളെ കാണാം. ടാറ്റാ.